السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله، أوصيكم وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസിനികളെ, ചക്കരക്കൽ സൽഫി മസ്ജിദിൻ്റെ കീഴിൽ നടക്കുന്ന പഠന ക്ലാസും സമൂഹ നോമ്പുതുറയുടെയും സംഗമത്തിലാണ് നാം ഉള്ളത്. ആദ്യ സെഷനിൽ സംസാരിച്ചത് നമ്മുടെ സഹോദരൻ മുഹമ്മദ് അലി മൗലവി വാരമാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളെ ചുരുക്കി വിശദീകരിക്കുകയാണ് ഉണ്ടായത്. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ തക്കതായ പ്രതിഫലം നൽകുകയും ഇനിയും ദീനി രംഗത്ത് മികച്ച സേവനങ്ങൾ നൽകാൻ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ ജീവിതത്തിലേറെ പ്രാധാന്യം കൊടുക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ സമ്പത്തിൻ്റെയും സമയത്തിൻ്റെയും ഭൂരിഭാഗം ചെലവഴിക്കുന്ന നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ദാമ്പത്യത്തെക്കുറിച്ച്, നമ്മുടെ മക്കളെ തർബിയത്ത് നടത്തുന്നതിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടെയുള്ള ഒരു കുടുംബജീവിതം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. 2024 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്നൊരു വർഷമാണ്. ഒരുപക്ഷെ ഇന്ത്യ എന്ന സംസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്ന സംസ്ഥാനമായിരുന്നു 2024 കേരളം. അന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യയുടെ കാരണങ്ങൾ അവർ നിരത്തി പറയുന്നത് കുടുംബ പ്രശ്നമായിരുന്നു. ഇത് മര്യാദക്ക് പോയില്ലെങ്കിൽ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നുള്ളൂ. രണ്ടാമത്തെ കാരണം സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് തൊഴിലില്ലായ്മയാണ്. കൃത്യമായി പഠിച്ചിട്ടും അല്ലെങ്കിൽ ജോലി സാധ്യതകൾ ഉണ്ടായിട്ടും ഒരു ജോലി കിട്ടാത്തത് കൊണ്ടുള്ള വിഷമത്വം. മൂന്നാമത്തേത് ലഹരിയും വിഷാദ രോഗങ്ങളും കാരണം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അതിലേറെ അത്ഭുതപ്പെടുത്തുന്നത് 18 വയസ്സിൻ്റെയും 45 വയസ്സിൻ്റെയും ഇടയിലുള്ള ചെറുപ്പക്കാരിലാണ് ആത്മഹത്യ വർദ്ധിച്ചിട്ടുള്ളത്. അവർ ഇത്തരം സദസ്സുകളിൽ കേൾക്കാനോ വായിക്കാനോ പഠിക്കാനോ ചർച്ച ചെയ്യാനോ വരാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം നമുക്ക് തന്നെ അറിയുന്നത്. അതിൽ 10 പേരിൽ 8 പേർ പുരുഷന്മാരാണെന്നോ. ഇത്രയും കണക്കിൽ 10 പേരെടുത്താൽ 8 പുരുഷന്മാരാണെന്നാണ് പറയുന്നത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തുവിട്ട കണക്കുകളും അതുപോലെ തന്നെ അനുബന്ധ രേഖകളും വായിക്കുമ്പോഴും കാണാം, 2016 കുടുംബ കോടതിയിൽ ഏകദേശം 28 കുടുംബ കോടതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. 2016 പരാതി വന്നത് 20,000 2019 അത് 25,000 2025 അത് 30,000 മേലെയായി. അഥവാ ഒരു ദിവസത്തിൽ 70ഓളം വിവാഹമോചന പരാതികൾ നടക്കുന്നു. ഒരു മണിക്കൂറിൽ 5 or 6 വിവാഹമോചന കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നു. കേരളത്തിൽ 37% വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2025 കേരളത്തിൽ നടന്നത് 1.10 1,10,000 വിവാഹങ്ങൾ നടന്നു. 30,000 വിവാഹമോചന കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായും കൂടുതൽ കേസുകൾ വന്നിരിക്കുന്നത് ഗാർഹിക പീഡനാണ്. വീട്ടിൽ ഏറ്റവും സുരക്ഷിതമായി കഴിയേണ്ട സ്ഥലത്ത് പീഡനങ്ങൾ.
മാനസിക പീഡനങ്ങളാണ്. സ്വത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന അവസരങ്ങളുമായി നിറഞ്ഞുള്ള മാനസിക പീഡനം. എക്സ്ട്രാ മെരീറ്റൽ അഫയേഴ്സ്, വിവാഹേതര ബന്ധങ്ങളാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് രൂക്ഷമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിവാഹ മോചന കേസുകൾ ഫയൽ ചെയ്യപ്പെട്ട ജില്ല തിരുവനന്തപുരം 1-ാം സ്ഥാനത്താണ്. 2-ാം സ്ഥാനത്ത് കൊല്ലം ജില്ലയാണ്. ഇതൊന്ന് ഈ ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ വിഷയത്തിൻ്റെ ഗൗരവം അറിയാൻ സാധിക്കും. ഒരു കുടുംബം ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാനുള്ളതാണ്. നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ ചേർന്നാലാണ് ഒരു നാടായി മാറുക, ഒരു ഗ്രാമമായി മാറുക, ഒരു വില്ലേജായി മാറുക. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കേണ്ടുന്ന ബന്ധമാണ് കുടുംബ ബന്ധം. രക്തബന്ധത്തിലൂടെയും വിവാഹബന്ധത്തിലൂടെയും നമുക്ക് ബന്ധങ്ങൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന് ആ ബന്ധത്തിനൊരു കോട്ടവും സംഭവിക്കാതെ കൊണ്ടുപോകാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തു പറ്റിയാലും അവിടെ വിളിച്ച വരാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമൂഹത്തിന്റെ നല്ല ഒരു നിലനിൽപ്പിന് പോലും പ്രാധാന്യമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ ഒറ്റ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, പുരുഷന്മാരും സ്ത്രീകളുമായി ധാരാളം പിന്നീട് വ്യാപിക്കുന്നതും ഇണകളാക്കി സൃഷ്ടിച്ചതും അവനാണ്. വത്തഖുല്ലാഹ്, വീണ്ടും അല്ലാഹനെ സൂക്ഷിക്കണം. അല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം, നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്ന കുടുംബ ബന്ധത്തിന്റെ കാര്യം സൂക്ഷിക്കണം. കുടുംബകാര്യം, കുടുംബ ബന്ധം ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹുവിന്റെ രേഖയിൽ തന്നെ രക്തബന്ധമുള്ള ആളുകളാണ് ഏറ്റവും അടുപ്പക്കാർ. അള്ളാഹിന്റെ രേഖയിൽ ഏറ്റവും അടുപ്പക്കാരാവേണ്ടത് രക്തബന്ധമുള്ളവരാ. സൂറത്തുൽ അൻഫാലിന്റെ 75-ാമത്തെ ആയത്തിൽ ഉലുൽ അർഹാമി ബഅ്ളുഹും ഔലാ ബിബഅദ്, ഉലുൽ അർഹാം, കുടുംബ ബന്ധമുള്ളവരാണ് ഏറ്റവും പ്രാധാന്യമുള്ളവർ. എവിടെ? ഫീ കിതാബില്ലാ, അള്ളാന്റെ കിതാബില്, അള്ളാന്റെ രേഖയിൽ. അപ്പൊ നമ്മുടെ പലതരം ബന്ധങ്ങൾക്കിടയിൽ കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യമാണ് പറഞ്ഞത്. ആ കുടുംബ ബന്ധം ചേർക്കുന്നതിന്റെ നേട്ടങ്ങൾ ഹദീസുകളിൽ കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 2554-ാമത്തെ ഹദീസിൽ അല്ലാഹു തആല പറയുന്നതായി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ നിങ്ങളുമായി ബന്ധം ചേർക്കണമെന്ന്? എങ്കിൽ നിങ്ങൾ ഞാനുമായി ബന്ധം മുറിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ ആ കുടുംബ ബന്ധവുമായി ആര് ബന്ധം ചേർക്കുന്നുവോ അവരുമായി ഞാൻ ബന്ധം ചേർക്കും. കുടുംബ ബന്ധം ആരൊക്കെ മുറിക്കണുണ്ടോ അവരായിട്ട് ഞാൻ ബന്ധം മുറിക്കും. അപ്പൊ ഇത് സാധാരണ നമ്മൾ ഇത്രയൊക്കെ നിസ്കാരവും നോമ്പും ഇബാദത്തൊക്കെ എത്ര ശ്രദ്ധിക്കണത് പടച്ചോൻക്ക് ഇഷ്ടപ്പെടാനാണ്. കുടുംബ ബന്ധം മുറിക്കുന്നതോടെ ആ ഒരു ബന്ധത്തിന്റെ കോട്ടം അവിടെ സംഭവിക്കുകയാണ്. ആ ഹദീസ് ഇങ്ങനെ വിശദീകരിച്ച അവസാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങൾ ഖുർആനിൽ നിന്ന് ഇതൊന്ന് ഓതി നോക്കൂ. ഫഹല്ലസൈതും മിൻ തവല്ലൈതും മൻ തുഫ്സിദു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? വതുഖത്തിഉ അർഹാമക്കും, കുടുംബ ബന്ധം മുറിക്കുന്നതിനെ പറ്റിയുള്ള ഗൗരവങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതൊക്കെ ചെയ്താൽ ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിക്കുന്നതാണ്. അള്ളിരി ഇബാദത്തുണ്ട്, നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, സക്കാത്തുണ്ട്. കുടുംബക്കാരോട് മുഴുവൻ തമ്മ തെറ്റി നടക്കണോ ഈ വാക്കുകൾക്ക്? വഉലൈകല്ലദീന ലഅനഹുമുല്ലാഹു ഫഅസമ്മഹും വഅമാ അബ്സാറഹും. സൂറത്ത് മുഹമ്മദിന്റെ 22 മുതൽ 23 വരെയുള്ള ആയത്തുകളിലാണ്. അത്രമാത്രം പ്രമാണങ്ങൾ വിശദീകരിച്ച് ഗൗരവം കൊടുത്ത കാര്യം ഞാൻ ചുരുക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വർഗപ്രവേശനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു, നബിയെ, സ്വർഗത്തിലെത്താൻ അവിടെ പ്രവേശിക്കാനുള്ള നന്മകൾ എനിക്ക് പറഞ്ഞു തരുമോ നബിയെ?
അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബി തങ്ങൾ പറയുന്നതായി നബിനോട് ചോദിക്കുകയാണ് ഒരാൾ വന്നിട്ട്. അപ്പൊ നബി തങ്ങൾ അയാൾക്ക് മറുപടി കൊടുക്കുകയാണ്, അല്ലാഹനെ ആരാധിക്കുക, വലാ തുശ്രികു ബിഹി ഷൈഅ, ശിർക്ക് ചെയ്യാതിരിക്കുക, വതുഖീമസ്സലാ, നിസ്കാരം നിലനിർത്തുക, വതുഅതി സക്കാ, സക്കാത്ത് കൊടുക്കുക, വതസിലുർ റഹം, കുടുംബബന്ധം ചേർക്കുക. സ്വർഗം കിട്ടാനുള്ള നിസ്കാരം പോലെ സക്കാത്ത് പോലെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമാധാനത്തോടെ സ്വർഗത്തിലെത്താൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അഫ്ശുസ്സലാം, നിങ്ങൾ നന്നായി സലാം വ്യാപിപ്പിക്കുക. പരിചയമുള്ളവനോടും ഇല്ലാത്തവരോടൊക്കെ സലാം പറയണ സ്വഭാവം ഉണ്ടാക്കുക. വഅത്ഇമുത് തആമ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക. വസിലുൽ അർഹാമ, കുടുംബ ബന്ധങ്ങളെ ചേർക്കുക. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. റമദാൻ കഴിഞ്ഞാലും ഇത് തുടർന്ന് കൊണ്ടുപോകുക. എങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാം. അക്കൂട്ടത്തിലാണ് എണ്ണിയത് സിലത്തുർ റഹം. സമാധാനത്തോടെ സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോഴാണ് അത് രേഖപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിക്കുന്ന 40-ാമത്തെ വയസ്സിലാണ്. 40 വയസ്സാകുന്നതിന്റെ ആ സമയത്ത് പ്രവാചകത്വം നേടുന്ന വഹി വരുന്ന സമയത്ത് പേടിച്ച് വിറച്ചിട്ട് വീട്ടിലേക്ക് വരുന്നത് ഖദീജ ബീവിന്റെ അടുത്തേക്കാ. ഖദീജ ബീവി അന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം, നബി നിങ്ങൾ പേടിക്കണ്ട, നബി നിങ്ങൾ വിഷമിക്കണ്ട, നബി നിങ്ങൾ സങ്കടപ്പെടണ്ട. അല്ലാഹു നിങ്ങളെ കൈവിടൂല, നിങ്ങൾ സന്തോഷിച്ചോളൂ. ഇന്നകല തസിലുർ റഹിം, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്. നബി ആകുന്നതിന്റെ മുമ്പത്തെ സ്വഭാവമാണ് പറയുന്നത്. നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കും. വതസ്ദുഖുൽ ഹദീസ്, സംസാരിക്കുമ്പോൾ സത്യം പറയും. വതഹ്മിലുൽ കല്ല, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം ഏറ്റെടുക്കും. വതഖിറുൽ ലൈഫ, വീട്ടിലേക്ക് വരുന്ന അതിഥികളെ നന്നായി സ്വീകരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ളയാളാ. നിങ്ങളെ ഒരിക്കലും അല്ലാഹു സങ്കടപ്പെടുത്തൂല, വിഷമിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്ക് വരൂല. ആ വിഷയത്തിലും അവിടെ എണ്ണി പറഞ്ഞു. പരലോക വിശ്വാസം ഉണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പറയില്ലേ, അയാൾക്ക് പടച്ചോനെ പേടില്ല, അങ്ങനെ പറയേണ്ട കേസാ. അള്ളാനെയും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമ, അയാൾ കുടുംബ ബന്ധം ചേർക്കട്ടെ. ഇല്ലാത്തവൻ പിന്നെ അതൊന്നും ശ്രദ്ധിക്കൂല. ആ ബോധമില്ലാത്തവൻ സഹോദരിമാരെ ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു നിലപാട്, നമ്മുടെ ചില വാശികൾ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ബന്ധവിച്ഛേദനത്തിന് കാരണമാകുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എത്ര വലുതായിരിക്കുമെന്നാണ് സൂചിപ്പിച്ചത്. മാത്രമല്ല അതിൻ്റെ നേട്ടം ഇരു ലോകത്തും വമ്പിച്ച നേട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ആഗ്രഹിക്കല്ലേ നല്ല ആയുസ് കിട്ടണമെന്ന്, നമ്മൾ ആഗ്രഹിക്കണില്ലേ സമ്പത്തിൽ ബർക്കത്ത് കിട്ടണമെന്ന്, നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ നല്ല നല്ല മേന്മയുള്ള ജീവിതം കിട്ടണമെന്ന്. റിസ്ഖിൽ വിശാലത ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരെ, അവർ കുടുംബ ബന്ധം ചേർക്കട്ടെ. സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, ആയുസ് വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ അവർ കുടുംബ ബന്ധങ്ങൾ നന്നായി ശരിക്ക് ചേർക്കണം. അങ്ങോട്ട് പോയി കാണണം, പിണക്കങ്ങൾ മാറ്റണം, വാശികൾ വിടണം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ മോശപ്പെട്ട മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ കുടുംബബന്ധം ചേർത്തോളി. നല്ല മരണം കിട്ടണമെങ്കിൽ കുടുംബബന്ധത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാവണം. മോശപ്പെട്ട മരണത്തിൽ നിന്ന് രക്ഷപ്പെടണോ, മൻ സറഹു അൻ യമുദ്ദ ലഹു ഫി ഉംരിഹി, ആയുസ് വിശാലമാകാൻ, വയുവസ്സഉ ലഹു ഫി റിസ്ഖിഹി, റിസ്ഖ് വിശാലമാകാൻ, വയുദ്ഫഅ അൻഹു മീതതുസ്സൂ, മോശം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഫല്യത്തഖില്ലാ, അല്ലാഹനെ സൂക്ഷിക്കണേ. വല്യസിൽ റഹിമ, കുടുംബ ബന്ധം ചേർത്തോളി. നല്ല മരണം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ട് ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കുടുംബ ബന്ധങ്ങളെ ചേർത്ത് മുന്നോട്ട് പോയാലാണ് നമുക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടാവുക. സന്തോഷമുണ്ടാകുന്ന പെരുന്നാളുകൾക്കും കല്യാണ ദിവസങ്ങളിൽ പോലും പരസ്പരം കുടുംബങ്ങളെ വിച്ഛേദിക്കുന്നവർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. കണ്ടാൽ വിളിക്കൂല, അവരെ പ്രോഗ്രാമിന് വിളിക്കൂല, അവരെ ക്ഷണിക്കൂല, അവർ കണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വരൂല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു നടക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുടുംബ ബന്ധത്തിൽ വിളിച്ച വരുത്തി തെറ്റിപ്പിണങ്ങി നടക്കുന്നവരുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ യുഖ്ബലു അമലു ഖാത്തിഉ റഹ്മിൻ,
കുടുംബ ബന്ധം മുറിച്ചവന്റെ അമലുകൾ ആകാശ ലോകത്തേക്ക് ഉയരൂല. ഇത്തിക്കാഫ് വരാൻ പോവുക, അവസാനത്തെ 10 വരാൻ പോവുക. നമ്മൾ ചെയ്യണത് കാര്യത്തിൽ പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ചെയ്തതിന്റെ അമല് മുകളിലേക്ക് ഉയരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതിന്റെ മുന്നൊരുക്കാണ് കുടുംബ ബന്ധം വിച്ഛേദിച്ചവന്റെ അമല് പോകൂല. മറ്റൊരു ഹദീസിൽ സ്വർഗത്തിൽ അയാൾ കേറൂല. ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉ റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്ത് പ്രവേശിക്കൂല. ഒരാൾക്ക് സ്വർഗം തടയാന്ന് പറഞ്ഞത് അത്ര വലിയ ഗൗരവമാകുമ്പോഴാണ്. നിസാര കാരണങ്ങളുടെ പേരിൽ ബന്ധം മുറിക്കുന്ന ആളുകൾ കാലങ്ങളോളം കൊല്ലങ്ങളോളം കണ്ടിട്ട് മിണ്ടാതെ നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചേർത്ത് നിർത്തിയാൽ സ്വർഗം കിട്ടും, അകറ്റി നിർത്തിയാൽ നരകം കിട്ടും. ഏതാ വേണ്ടെന്ന് നമ്മൾ ആലോചിക്കുക. അല്പം ചില അസ്വാരസ്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും. നല്ല ക്ഷമയോടെ അതിനെ കൈകാര്യം ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകുക. ചില പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ കണ്ണടക്കുക, പോട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെ അത്രയും രൂപത്തിൽ കൃത്യമായി ഇതിനെ കൊണ്ടുപോകുക. പിണക്കങ്ങളൊക്കെ സ്വാഭാവികമായി 2 വർത്താനൊക്കെ പറഞ്ഞ് ചെറിയൊരു ദേഷ്യമൊക്കെ വരാം. പക്ഷേ ലാ യഹില്ലു ലിമുഅ്മിനിൻ അയഹ്ജുറഹ ഫൗക സലാസ ലയാൽ, 3 രാത്രിയിൽ കൂടുതൽ ഒരാളും മറ്റൊരാളോട് പിണങ്ങിക്കാൻ പറ്റൂല. സാധാരണ പറ്റൂല, പിന്നെ കുടുംബക്കാർക്ക് എങ്ങനെ പറ്റുക? അതുകൊണ്ട് കുടുംബ ബന്ധത്തിലെ യാതൊരു നിലക്കും വെള്ളിച്ച വരാതെ സൂക്ഷിക്കാൻ ഇത്തരം നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കുക. രണ്ടാമത് ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലേക്കാണ്. നേരത്തെ പറഞ്ഞ കണക്കുകൾ നമ്മളെ ഏറെ അസ്വാരസ്യമാക്കുന്നത് വലിയ ഭീകരമായ കണക്കിന്റെ വർധനവ്. വിവാഹം കഴിച്ച് ലക്ഷങ്ങൾ പൊടിച്ച് ഗംഭീരമായ സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് പ്രതീക്ഷകളോടെ ഒരു പെണ്ണന്വേഷിച്ച് കല്യാണം ശരിയായി കല്യാണം നടന്നിട്ട് പിന്നെ ദാമ്പത്യം അനുഭവിക്കാതെ പോകുന്നത് വലിയ പരാജയമാണ്. ഒരു മനുഷ്യന്റെ നിസ്കാരം, ആ മനുഷ്യന്റെ ഏത് ഇബാദത്തും മനസ്സറിഞ്ഞ് ചെയ്യാൻ ദാമ്പത്യം മനോഹരാകണം. ഇല്ലെങ്കിൽ ചെയ്യുന്നതിനൊന്നും ഒരു സുഖം ലഭിക്കില്ല. എത്ര ആസ്വാദനങ്ങൾ കയ്യിൽ വന്നാലും ഒരു സുഖകരമായ ആസ്വാദനം അനുഭവിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് വിവാഹത്തിലൂടെ ഇണകളാക്കി തന്നിരിക്കുന്നത് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവളിലൂടെ സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ദാമ്പത്യം കല്യാണമൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. ബന്ധങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ വൈവാഹിക ബന്ധം, ആ ബന്ധം ദാമ്പത്യ ജീവിതം ഒരു നന്മയുടെ വിളനിലമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. 2 കുടുംബങ്ങളെ ഒന്നിപ്പിക്കുകയാണ്, 2 കുടുംബങ്ങളെ ഒന്നാക്കി മാറ്റുകയാണ്. പുതിയ ഒരുപാട് തലമുറക്ക് ജന്മം കൊടുക്കേണ്ടുന്നവരാണ് ആ ദാമ്പത്യത്തിലൂടെ. അതുകൊണ്ടാണ് അല്ലാഹു തആല അതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ അത് അള്ളാന്റെ അത്ഭുതമായ ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളെ ാക്കി സൃഷ്ടിച്ചത് അള്ളാന്റെ അപാരമായ ദൃഷ്ടാന്തമാണ്. നിങ്ങൾ വായിച്ചു നോക്ക് സൂറത്തുൻ നബഅ, ആ 10 ദൃഷ്ടാന്തങ്ങൾ എണ്ണി പറഞ്ഞു. പർവ്വതത്തെക്കുറിച്ച്, രാത്രിയെക്കുറിച്ച്, പകലിനെക്കുറിച്ച്. അങ്ങനെ പറഞ്ഞപ്പോഴ വഖലഖനാകും അസ്വാജ, നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചത് അള്ളാന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ്. ഒരാണിന്റെ ശരീരത്തിന് പറ്റുന്ന അവസ്ഥയിൽ പെണ്ണ്, ഒരാണിന്റെ മനസ്സിനെ പാകപ്പെടുന്ന രൂപത്തിൽ പെണ്ണിനൊരു മനസ്സ്. ഒരു വിശാലമായ നല്ല ലക്ഷ്യത്തോടെയാണ് അല്ലാഹു തആല ഈ ദാമ്പത്യത്തിന്റെ വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തു വെച്ചത് എന്നും ഇസ്ലാം അതുകൊണ്ട് തന്നെ സന്യാസത്തെയും വിവാഹേതര ബന്ധങ്ങളെയും ശക്തമായി എതിർത്തു. വിവാഹം വേണ്ട, കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നടക്കുന്നവരുണ്ടെങ്കിൽ ഇസ്ലാം അതിനെ തബത്തുലെന്നും അതിനെ പരമാവധി ഒഴിവാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്യാൻ പാടില്ല. വിവാഹത്തിന് പ്രേരണ കൊടുത്തു. പരസ്പര സ്നേഹത്തോടെയും വിട്ടുവീഴ്ചയോടെയും കഴിഞ്ഞ് ജീവിക്കാൻ ദമ്പതിമാരോട് ഉപദേശിച്ചു. നന്നായി പൊറുക്കാനും സഹിക്കാനും ആവശ്യപ്പെട്ടു. നിസ്സാര കാരണങ്ങളുടെ പേരിൽ ബന്ധം മുറിച്ച് ദാമ്പത്യം അവസാനിപ്പിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തി. ഇതൊരു ചെറിയ കരാറല്ല. നമ്മൾ പുരുഷന്മാർ ശ്രദ്ധിച്ചു നോക്കി, നമ്മൾ നമ്മുടെ ഭർത്താവ് എന്ന നിലക്ക് അവിടുത്തെ ഭാര്യന്റെ വാപ്പാന്റെ കൈ പിടിച്ചിട്ട് കൊടുത്ത 2 വാക്കുണ്ടല്ലോ, അത് കരാറാണ്. വാഖദിന മിൻകും മീസാഖൻ ഗലീള, ശക്തമായ കരാറാണ്. ഞാൻ നിങ്ങൾ നോക്കണേനേക്കാൾ ഉഷാറായി നോക്കും, നിങ്ങൾ മോളെ ഞാൻ സംരക്ഷിക്കും എന്നുള്ള ഗ്യാരണ്ടിയാണ് ആ വാക്ക്. അത് ലംഘിക്കരുത്. അത് വലിയ ഉത്തരവാദിത്തമായി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വൈവാഹിക ജീവിതം മികച്ച സന്തോഷകരമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, ഇണകൾ എന്ന നിലക്ക് നമ്മുടെ രഹസ്യങ്ങൾ പരസ്യമാകാൻ പാടില്ല. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ ഇങ്ങനെ ഇട്ടിരിക്കുക അവനവൻ്റെ വീട്ടിലത്തെ രഹസ്യങ്ങൾ, സ്വകാര്യമായി സൂക്ഷിക്കേണ്ട രംഗങ്ങൾ.
തൻ്റെ സ്വകാര്യമായ ശാരീരികമായ ആവശ്യങ്ങൾ, അതുപോലെ തൻ്റെ ആ ഭംഗി എല്ലാം തുറന്ന് ആണും പെണ്ണും മാപ്പിളാരും മുസ്ലിങ്ങളൊക്കെ ഇതൊന്നൊരു പ്രശ്നമില്ലാത്ത വിധേന പുറത്ത് വിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. റീച്ച് കിട്ടാൻ വേണ്ടി പല വേഷങ്ങളും ആടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിലെ ഏറ്റവും നീചനായ മനുഷ്യൻ, ഇന്ന മിൻ അശർരിന്നാസ് ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ ഏറ്റവും മോശപ്പെട്ട നീചനായ മനുഷ്യൻ, യുഫ്ളി ഇലാ ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി സുമ്മ യൻശുറു സിർറഹ, തൻ്റെ ഭാര്യയുമായി നടന്ന രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവനാണ്. പ്രത്യേകിച്ചും മണിയറ രഹസ്യങ്ങൾ, അവിടെ സംഭവിച്ച കാര്യങ്ങൾ മറ്റൊരാളുമായി പങ്കുവെക്കാനുള്ളതല്ല. ശക്തമായ താക്കീതാണ്, അള്ളാഹു നൽകിയിട്ടുള്ള അമാനത്താണ്, അതേറെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ചില ഹദീസുകളിൽ അവർ ശൈത്വാനുകളാണ്. അങ്ങനെ തൻ്റെ ഭാര്യയുമൊത്തുള്ള രഹസ്യ രംഗങ്ങൾ പുറത്തു പറയുന്നവൻ ഫലാ തഫ്അലു ഫഇന്ന മസല ദാലിക മസലു ശൈത്വാനി, പൈശാചികതയാണ്, അത് ശൈത്താനിയത്താണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നല്ല സ്ത്രീയുടെ അടയാളം എന്താ? ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഒരു നല്ലവളായ പെണ്ണ് എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവളാകും. അള്ളാഹു സംരക്ഷിക്കാൻ പറഞ്ഞതെല്ലാം ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലും സംരക്ഷിക്കുന്നവളാകും. വഞ്ചന കാണിക്കുന്നവളാകില്ല, തെറ്റായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരല്ല, മോശപ്പെട്ട പെരുമാറ്റമുള്ളവളാകില്ല. പരസ്പരം സ്നേഹം കൈമാറുന്ന ദാമ്പത്യമായി മാറാൻ ആ നെടും തൂണ് പോലെ സ്നേഹമാണ് അതിൻ്റെ നടുവിൽ ഉണ്ടാവേണ്ടത്. സന്തോഷം കളിയാടാൻ സ്നേഹം അവിടെ ഉണ്ടാവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഏറ്റവും സ്നേഹവും ഇഷ്ടവും കാണിച്ചത് ഭാര്യമാരോടാണ്. നമ്മൾ വീട്ടിൽ മാത്രം ഭയങ്കര കർക്കശക്കാരനും ദേഷ്യക്കാരനും വാശിക്കാരനൊക്കെ, നാട്ടിലൊക്കെ ഭയങ്കര സിമ്പിളാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരിക്കൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സംഘം ആളുകൾ നബിൻ്റെ അടുത്തേക്ക് വരികയാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണെന്നിട്ട് ഞങ്ങൾ ചെന്നിട്ട് നബിനോട് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അയ്യന്നാസി അഹബ്ബു ഇലൈക്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഫഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, എനിക്ക് ആയിഷാനെയാണ് ഇഷ്ടം. ആരാ? പ്രവാചകന്റെ ഭാര്യന്റെ പേരാ പറഞ്ഞു. സുമ്മ ഖാൽ ഫഖുൽതു, ഞങ്ങൾ ചോദിച്ചു, മിനർ റിജാൽ, അല്ല സ്ത്രീകളല്ല പുരുഷന്മാരിൽ ആരെയാണ് ഇഷ്ടം? ഖാല അബൂഹ, അവളുടെ വാപ്പാനെയാണ്. അപ്പോഴും ഭാര്യയിലേക്കാണ് ബന്ധപ്പെടുത്തിയത്. ഭാര്യന്റെ വാപ്പാനെയാണ് എനിക്കിഷ്ടം. ഈ നമ്മുടെ നാട്ടില് സ്വന്തം ഭാര്യന്റെ പിതാവിന് ഇഷ്ടമുള്ള എത്ര മനുഷ്യന്മാരുണ്ട്? മാസം മാസം വാടക കൊടുക്കണം അന്നുണ്ടാകുന്ന വിഷയം എന്താണ്? നമുക്ക് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞ ഭാര്യന്റെ വാപ്പയുമായി ഉടക്കിടാത്ത എത്ര ആളെ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടാവുക? ഒന്നാലോചിച്ചോളിയും. ആ പ്രിയപ്പെട്ട ഭാര്യന്റെ വാപ്പാനെയാണ് എനിക്ക് സദാര അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുമ്മ ഖമൻ, പിന്നെ ആരാണ് നബിയെ? ഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബ് തങ്ങളാണ്. ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട് പല ആൾക്കാരെയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഈ ദുനിയാവിൽ തന്നെ ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയ, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളതാക്കി തന്നിരിക്കുന്നത് അന്നിസാ, ഭാര്യമാരോടാണ്, വത്വീബ്, സുഗന്ധത്തോടാണ്, അത്തറിനോടാണ്, വജുഇല ഖുർറതു ഐനി ഫിസ്സലാ, എനിക്ക് ഈ ദുനിയാവിൽ കൺകുളിർമയാക്കി തന്നിരിക്കുന്നത് നിസ്കാരാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുത്തി ദുനിയാവിൽ തന്നിരിക്കുന്നത് ഭാര്യമാരാണ്. ഇതെന്താണ്? ഇഷ്ടവും സ്നേഹവും ഏറെ നിലനിൽക്കേണ്ടുന്നതാണ് എന്നതിൻ്റെ സൂചനയാണത്. മാത്രമല്ല, അവിടെ ഭാര്യക്ക് ഭർത്താവിന് ഭാര്യൻ്റെയും മനസ്സ് വായിക്കാനും പെരുമാറ്റം തിരിച്ചറിയാനും കഴിയണം. നമുക്കതില്ല. നമ്മളൊരു ദേഷ്യം മോഡിലേക്കും വീട്ടുകെത്തുക, അവൾ അതിൻ്റെ 4 ഇരട്ടി ദേശത്തിലേക്കും ഇങ്ങോട്ട് വരിക. ചിലപ്പോൾ നമ്മൾ നല്ല സങ്കടത്തിലേക്കും, ഓളപ്പോൾ ഭയങ്കര സന്തോഷത്തിലേക്കും. ഈ മൂഡ് സിംഗ് എന്ന് പറയുന്നത് പോലെ പ്രത്യേക തരത്തിലുള്ള ഈ വൈകാരികതയെ പരസ്പരം കണ്ടറിഞ്ഞ് പൊരുത്തപ്പെട്ട് പെരുമാറുക. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആയിഷ, നീ എന്നെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള താമസ സമയത്തൊക്കെ എന്നെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷത്തിലാണെങ്കിൽ എനിക്ക് വേറെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നീ ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒന്നും പറയാതെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആയിഷ ചോദിച്ചു, അതെങ്ങനെ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, നീ നല്ല മൂഡിലാണ്, നല്ല സന്തോഷമായിട്ടാണ് എൻ്റെ കൂടെ എങ്കിൽ
ഇന്നകി ഇദാ കുൻതി റാദിയതൻ ഖുൽതി ബലാ വറബ്ബി മുഹമ്മദ്. എന്തെങ്കിലുമൊക്കെ സംസാരത്തിന്റെ ഇടക്ക് പറയും മുഹമ്മദിന്റെ റബ്ബാണ് സത്യം എന്ന് പറഞ്ഞിട്ടാ സംസാരിക്കുക. എന്നോട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന്റെ പേരിൽ ദേഷ്യം പിടിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ലാ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ റബ്ബാണ് സത്യം എന്ന് നീ പറയാറുണ്ട്. അപ്പൊ അതിന്ന് മനസ്സിലാക്കുക നല്ല മൂഡിലല്ല ഇപ്പൊ പോണത്. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഭാര്യന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും മുഖഭാവത്തിലും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ആ ഉദ്ദേശിച്ച കാര്യം ഇപ്പൊ പറയണ്ട, ഇപ്പൊ ഞാൻ ആ കാര്യം ചോദിക്കണ്ട, ഇപ്പൊ അവിടെ എന്തോ ഒരു പ്രയാസമുണ്ട് എന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ കഴിയുക. അതേപോലെ തന്നെയാണ് തിരിച്ചും ഒരു ഭർത്താവിന്റെ ആവശ്യങ്ങളെ പറഞ്ഞും ചോദിച്ചുമല്ലാതെ കണ്ടു മനസ്സിലാക്കാൻ ഒരു ഭാര്യക്ക് കഴിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ബാധിച്ച് കിടപ്പിലായി. കാണാൻ വേണ്ടി അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, മഹാനായ സ്വഹാബി ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കയറി വന്നു. അപ്പോൾ ഒരു അറാക്കിന്റെ കൊള്ളിയെടുത്ത് ഇങ്ങനെ ചവച്ച് ഇങ്ങനെ പല്ല് വൃത്തിയാക്കി ഇങ്ങനെ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അറാക്കിന്റെ അവിടെ ഇങ്ങനെ നോക്കി, ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഇടക്ക് കയറിയിട്ട് ചോദിച്ചു, നബിയെ നിങ്ങൾ അറാക്കുമൊക്കെയല്ലേ നോക്കണത്, എന്താ പല്ലേക്കണോ? അതാണ് കാര്യങ്ങൾ കണ്ടറിഞ്ഞു മനസ്സിലാക്കുന്ന സമ്പ്രദായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയാട്ടി കൊടുത്തു. ആയിഷ ബീവി ആ അറാക്കിന്റെ കൊള്ളി മേടിച്ചൊന്ന് സോഫ്റ്റാക്കി കടിച്ച് സോഫ്റ്റാക്കിയിട്ട് നബിന്റെ പല്ലും വെച്ച് തേച്ചു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എൻ്റെ ഉമിനീരും നബിന്റെ ഉമിനീരുമാണ് ലാസ്റ്റ് കൂടിക്കലർന്നത്. മറ്റു ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എന്നൊക്കെ പറയുന്ന ചരിത്രം. അത് അവിടെ ആ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ഒരു ഭാര്യ എന്ന നിലക്ക് കഴിയുക എന്നത് പ്രധാനമാണ്. ഒരു ഭർത്താവ് എന്തെല്ലാം ജോലിയും തിരക്കും പ്രശ്നങ്ങളും സങ്കീർണതകളും കഴിഞ്ഞു വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ജോലിയിലെ തകർച്ചകൾ, കച്ചവട രംഗത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, റോഡിലെ ട്രാഫിക് പ്രശ്നങ്ങൾ, വെയിലും ചൂടും മഴയും എല്ലാം സഹിച്ച് വീട്ടിൽ വരുമ്പോൾ ആ മനുഷ്യന്റെ പ്രയാസം എന്താണെന്ന് മുഖത്ത് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന ഭാര്യമാരുണ്ടെങ്കിൽ സ്നേഹവും ദാമ്പത്യവും ഏറെ അവിടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ബന്ധത്തിലേക്ക് എത്തിക്കും. മറ്റൊന്ന് സ്വഹാബത്ത് പറയാറുള്ളത്, അണിഞ്ഞൊരുങ്ങുന്ന സമ്പ്രദായം ഉണ്ടാവണം. ഭാര്യ അണിഞ്ഞൊരുങ്ങണ എന്താ അഭിപ്രായം? നല്ലതാണ്. ഭർത്താവ് അണിഞ്ഞൊരുങ്ങണം. അണിഞ്ഞൊരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തിയുള്ളവനാകുക, വിയർപ്പും ദുർഗന്ധങ്ങളും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുക, വടിച്ചു കളയേണ്ട ക്ലീൻ ആക്കേണ്ട ഗുഹ്യരോമങ്ങളും മറ്റൊക്കെ സമയമാകുമ്പോൾ വെട്ടിമാറ്റുക. അതുപോലെ തന്നെ മുടി, മീശ, താടി രോമങ്ങൾ വൃത്തിയാക്കുക. നഖം വെട്ടേണ്ട സമയമായ നഖം വെട്ടുക. വിയർത്ത് കുളിച്ച് ആ ദുർഗന്ധത്തോടെ ബെഡ്റൂമിൽ ഉണ്ടാകരുത്. ഭാര്യയും അതേപോലെ തന്നെ ഒരാൾ വരുന്നുണ്ടെന്നും ഇനി ഒരു ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന നിലക്ക് രാത്രിയിലുള്ള ഉറക്കവും താമസമൊക്കെ ഒരു വലിയ ഗാംഭീര്യം നിറഞ്ഞ അവസ്ഥയിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ ഭാര്യമാരുടെ അടുത്തേക്ക് പോയി, ഇന്നി ഉഹിബ്ബു അൻ അതസയ്യന ലിൽ മർഅതി, ഞാൻ എൻ്റെ ഭാര്യക്ക് വേണ്ടി ഒരുങ്ങാൻ ഇഷ്ടപ്പെടുന്നു. കമാ ഉഹിബ്ബു അൻ തൻതസീന ലി, എനിക്ക് വേണ്ടി അവൾ ഒരുങ്ങുന്ന പോലെ ഞാനും അവൾക്ക് വേണ്ടി ഒരുങ്ങാറുണ്ട്. അവൾക്കൊന്നും ഡ്രസ്സില്ല, പെർഫ്യൂംസ് ഇല്ല, കോസ്റ്റ്യൂംസ് ഇല്ല. അവർക്ക് ഉള്ളത് വെച്ചവർ ഒരുങ്ങാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. സൂറത്തുൽ ബഖറയിലെ 228 ആയത്തിന്റെ വിശദീകരണത്തിലാണ് കൊടുത്തത്. നബിതങ്ങൾ വീട്ടിലെത്തിയ ഫസ്റ്റ് പല്ലു വൃത്തിയാക്കുന്നു. അവിടുന്ന് പിന്നെ സംസാരം ഉണ്ടാവില്ലേ, അവിടുന്ന് ബാക്കി ഉണ്ടാവില്ലേ. അതുകൊണ്ട് വായൊക്കെ വൃത്തിയാക്കുമായിരുന്നു. ദുർഗന്ധം പേറി സിഗരറ്റിന്റെ അല്ലെങ്കിൽ ഹാൻസിന്റെ, പാമ്പരാക്കിന്റെ, പുകവലിയുടെ മറ്റ് സാധനങ്ങളൊക്കെ കഴിച്ചതിന്റെ ദുർഗന്ധവുമായി കൊണ്ട് ഇണയുടെ അടുത്ത് പോകുന്നത് തന്നെ ക്രൂരതയാണ് എന്ന് മനസ്സിലാക്കുക. നല്ല വൃത്തിയായി നടക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. ആ സൗന്ദര്യം എവിടെ കൊടുക്കേണ്ടത്? ഇണകളായ നമ്മുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ എന്ന നിലയ്ക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് കൂട്ടി ദൂര യാത്രകൾ കഴിഞ്ഞ് വരികയാണെങ്കിൽ ആദ്യം ഒരാളെ മദീനത്തേക്ക് പറഞ്ഞേക്കും, പിന്നെ ടീം വരുന്നുണ്ട് കേട്ടോ, വീട്ടിൽ ഒന്ന് എല്ലാവരോടും ശരിയാക്കാൻ പറയും. വീടൊന്ന് ഒരുങ്ങാൻ വേണ്ടി പറയും, ഭർത്താവിനെ കാത്തു നിൽക്കാൻ. ഭർത്താവ് വരുന്നതിന് മുമ്പ് ഒരുങ്ങി നിൽക്കാൻ പറയുമായിരുന്നു. അതേപോലെ തന്നെ അവരോട് പറയും, നിങ്ങൾ വീട്ടിൽ പോയാൽ നിങ്ങളും ഒന്ന് ഒരുങ്ങി റെഡിയാകാൻ അവരോട് പറയും. എന്തുകൊണ്ടാണ് ഒരു ഭാര്യന്റെ മുമ്പിൽ ഭർത്താവും, ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയും സൗന്ദര്യം പ്രകടിപ്പിക്കാൻ അല്ലാഹ് അനുവദിച്ച മേഖല അതേ ഉള്ളൂ. പുറത്തിറങ്ങുമ്പോ സൗന്ദര്യം മറച്ചു വെച്ചാണ് അവർ നടക്കേണ്ടത്.
അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് സ്ത്രീകളോട് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറജൽ ജാഹിലിയത്തിൽ ഊലാ, നിങ്ങൾ പുറത്തിറങ്ങി തോന്നിയതുപോലെ വിലസി നടക്കരുത്, പരമാവധി വീടുകളിൽ അടഞ്ഞു കഴിയട്ടെ, ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുന്ന അവസ്ഥ. നരകത്തിലെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു, നിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാതുൻ, വസ്ത്രം ധരിച്ചിട്ട് വിവസ്ത്രങ്ങളാണ്, ചാഞ്ഞും ചെരിഞ്ഞും കുണുങ്ങിയും ജനങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കും. തലമുടിക്കെട്ടുകൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലെത്തൂല. വലാ യജിദിന റീഹഹ, സ്വർഗ്ഗത്തിന്റെ മണം പോലും കിട്ടൂല. ഏറ്റവും നല്ല പെരുമാറ്റം വീട്ടിലാണ്, ഭാര്യമാരുടെ അടുത്താണ്. ഏറ്റവും നല്ല ഈമാൻ, നല്ല സ്വഭാവമുള്ളവർക്കാണ്. വഖിയാറുഹും ഖിയാറുഹും ലിനിസാഇഹിം, ഏറ്റവും നല്ല മനുഷ്യർ തൻ്റെ ഭാര്യമാരോട് തൻ്റെ ഇണകളോട് നന്നായി പെരുമാറുന്ന ആളുകളാണ്. ഏറ്റവും നല്ല ഭാര്യ ആരാണ്? ഏറ്റവും നല്ല ഭാര്യ നന്നായി ഭർത്താവിനെ സന്തോഷിപ്പിക്കണോളാണ്. എത്ര വൃത്തിയാക്കിയാലും എത്ര പാത്രം കഴുകിയാലും എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഭർത്താവിനെ ഇഷ്ടപ്പെടുത്താത്ത ഒരു പെണ്ണ് ഏറ്റവും നല്ല പെണ്ണല്ല. ഒരു നല്ല ഭാര്യന്റെ അടയാളം അല്ലത്തി തസുറുഹു ഇദാ നദറ ഇലൈഹ, അവളിലേക്ക് നോക്കിയാൽ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കും അവൾ. വതുതിഉഹു ഇദാ അമർ, നീ ഒരു കാര്യം പറഞ്ഞാൽ മതി അവൾ അനുസരിക്കുന്നവളാകും. വലാ തുഖാലിഫഹു ഫീമാ യക്റഹു ഫീ നഫ്സിഹാ വലാ ഫീ മാലി, സമ്പത്തിലോ ശരീരത്തിലോ നിനക്കിഷ്ടല്ലാത്തത് ചെയ്യാത്തവളാണ് ഒരു നല്ല പെണ്ണ്. ഇന്ന് ഇങ്ങനത്തെ കിട്ടാനുണ്ടോ? നമ്മുടെ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരായി മാറുന്നുണ്ടോ? നരകത്തിലെ സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു നമസ്കാരം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് നബി പറയാണ്, സ്ത്രീകളെ നന്നായി ദാനം ചെയ്തോളിയും, നരകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെയാണ് കണ്ടത്. എന്തുകൊണ്ട്? തുക്സിർനൽ ലഅന, ശാപവാക്ക് അധികരിപ്പിക്കും. വതക്ഫുർനൽ അശീറ, ഭർത്താവിനോടുള്ള നന്ദികേട് നിങ്ങൾക്ക് കൂടുതലാണ്. അതേപോലെ തന്നെ ദാമ്പത്യത്തിൽ പറഞ്ഞു, പരസ്പരം സഹായിക്കണം. ഭർത്താവിൻ്റെ ജോലിയിൽ ഭാര്യ സഹായിക്കുക, ഭാര്യൻ്റെ വീട്ടു ജോലിയിൽ ഉള്ളപ്പോൾ ആ ഫോണും സാധനമൊക്കെ ഒന്ന് ഒരു വീട്ടിലേക്ക് എത്തി അത് പതുക്കെ സൈഡാക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ യഥാർത്ഥ രൂപത്തിൽ പ്രവർത്തിക്കണം. കുട്ടികളോടും നമ്മൾ ഫോൺ നോക്കി ഇങ്ങനെ ഇരുന്നവരെ കുട്ടികളോട് പിന്നെ എന്താ നമുക്ക് പറയാൻ പറ്റുക? അപ്പൊ പരമാവധി അതൊക്കെ നിയന്ത്രിച്ച് പരമാവധി സമയം വീട്ടിൽ കൊടുത്ത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് പറ്റാവുന്ന വീട്ടുജോലികളൊക്കെ സഹായിച്ചു കൊടുക്കുന്ന സ്വഭാവം നബിതങ്ങൾക്കുണ്ടായിരുന്നു, നമ്മളിലുണ്ടാവണം. നന്മയിൽ പരസ്പരം സഹായിക്കുന്നവരായി മാറണം. സ്വന്തം ഇണയുടെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ രാത്രിയൊക്കെ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ ഓളെ വിളിക്കണം. ഓളാണ് ആദ്യം നീക്കണതെങ്കിൽ നമ്മളെ ഓള് വിളിക്കാൻ വേണ്ടി പറയണം. എഴുന്നേൽക്കണില്ലെങ്കിൽ സമാധാനത്തോടെ ആശ്വാസത്തോടെ എഴുന്നേൽപ്പിക്കാനൊക്കെ പറയാ. ഭർത്താവ് എന്ന് പറയുന്നത് എൻ്റെ സ്വർഗത്തിൻ്റെ കവാടമാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. ഭർത്താവിനെ സഹായിക്കാതെ സംരക്ഷിക്കാതെ എനിക്ക് ഇബാദത്തുണ്ട്, എനിക്ക് ദിക്ർ ചൊല്ലാണ്ട്, എനിക്ക് അത്ര ജുസ് ഓതാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെ മാനിക്കാതെ പോകരുത്. അദ്ദേഹം സ്വർഗത്തിൻ്റെ കവാടമാണ്. ഇദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശൈഅത്, സ്വർഗത്തിൻ്റെ ഏത് കവാടത്തിലും എത്തിപ്പെടാൻ അല്ലാഹു തആല അനുവാദം കൊടുക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ഭർത്താവിനെ അനുസരിക്കുക എന്ന്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, മക്കൾ സ്വാഭാവികമായും ഒരു കുടുംബത്തിൻ്റെ ദാമ്പത്യത്തിൻ്റെ ഏറ്റവും നല്ല സമ്പാദ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ കോടികളെക്കാൾ വിലമതിക്കുന്നതാണ് ഒരു കുട്ടിയുണ്ട് എന്നത്. അത് ചോദിക്കണമെങ്കിൽ കുട്ടിയില്ലാത്തൊരു ദമ്പതിയോട് പോയി ചോദിക്കും, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിക്കും. എന്തും അവർ ചെയ്യും ഒരു കുട്ടിയെ കിട്ടാൻ. നമ്മുടെ ജീവിതത്തിൽ അമൂല്യമായ സമ്പത്താണ് പടച്ചു തന്ന മക്കള്. ആ അനുഗ്രഹത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവരോടുള്ള കടമകൾ നിർവഹിക്കുക, രക്ഷിതാക്കളോടുള്ള ബാധ്യതകൾ മക്കളും നിർവഹിക്കുക. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്കുകേട്ടിലെ ഫിത്നത്തുൻ, നിങ്ങളുടെ മക്കൾ പരീക്ഷണമാണ്. ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും, മക്കളിലും ഇണകളിലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവും. നല്ല ശ്രദ്ധിക്കണം. മക്കൾ നേരാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒറ്റ വാക്ക് പറഞ്ഞു പോകുക, നല്ല ഭാര്യയെ തിരഞ്ഞെടുക്കുക. ദീനുള്ള നല്ല ഭാര്യയെ തിരഞ്ഞെടുക്കുക, നല്ല കുട്ടികൾ ഉണ്ടാവാനുള്ള മാർഗ്ഗം പറഞ്ഞത്. അബുൽ അസദ് ദുവലി പറയുന്നുണ്ട് മക്കളോട്, മക്കളെ നിങ്ങളൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് പുണ്യം ചെയ്തിട്ടുണ്ട്. മക്കൾ ചോദിച്ചു, എന്ത് വാപ്പങ്ങൾ ചെയ്തത്? നിങ്ങൾക്ക് നല്ലൊരു ഉമ്മാനെ ഞാൻ തന്നത്. നമ്മുടെ ചാൻസ് ആണത്. അതേപോലെ തന്നെ ഫദ്ഫർ ബിദാതി ദീൻ, ദീനുള്ളവരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞത്. രണ്ടാമത് ചെയ്യേണ്ടത് ദുആ ചെയ്യലാണ്. നല്ല മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കല്യാണം കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ കഴിയാത്തവരുണ്ടെങ്കിലും അവർക്കൊക്കെ പ്രാർത്ഥിക്കണം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ പോലെയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാക്കുക. 3 നല്ല പേരുകൾ വിളിക്കുക.
പേര് തന്നെ ഏറ്റവും നല്ല അർത്ഥഗാംഭീര്യമുള്ളത്. അപ്പോൾ മോശപ്പെട്ട എന്തെങ്കിലും പേരുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗം പോയി തിരുത്തി കളയുക. ചരിത്ര സംഭവങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. 4, നല്ല സമ്പാദ്യം ഭക്ഷിപ്പിക്കുക. കുട്ടികൾക്ക് ഹറാമ് തീറ്റിപ്പിക്കരുത്. കുട്ടി നന്നാവണോ? കുറേ വലുതായിട്ട് മോശമായിട്ട് പിന്നെന്തെങ്കിലും പറഞ്ഞ കാര്യമില്ല. കുട്ടിക്ക് ജന്മനാൽ തന്നെ കൊടുക്കുന്ന ഭക്ഷണം ഹലാലാവുക. സ്വർഗത്തിന്റെ ആ കാര്യം പ്രവേശനം സാധ്യമാകുന്ന വിഷയത്തിലൊക്കെ പറഞ്ഞ വാക്കുകൾക്കൊക്കെ സലഫുകൾ പറയും, ഇത്തക്കില്ല, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ. വലാ തുത്ഇംനാ മിൻ ഹറാം, ഞങ്ങളെ ഹറാമ് തീറ്റിപ്പിക്കല്ലേ നിങ്ങൾ. നരകം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുക. 5-ാമത്തേത് നല്ല നല്ല ഉപദേശങ്ങൾ മക്കൾക്ക് നൽകുക. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കൊടുത്ത പോലെ, ലുക്മാനുൽ ഹക്കീം തന്റെ മക്കൾക്ക് കൊടുത്ത പോലെ, ഒരു വാപ്പ ഒരു ഉമ്മ എന്ന നിലക്ക് നമ്മളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടിക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി കൊടുക്കേണ്ടത്. 6, നല്ല ശീലങ്ങൾ കൽപ്പിക്കുക. ദുശീലങ്ങൾ കാണും അത് തിരുത്തി കൊടുക്കുക. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മക്കളെ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കാരം ശീലിപ്പിക്കുമായിരുന്നു. ഖിയാമുൽ ലൈൽ നല്ല ശീലം വളർത്തല. ദാനശീലം വളർത്താം. പരീക്ഷയ്ക്ക് സ്കൂളിലെ ഫീസ് കൊടുക്കുമ്പോൾ ഓൻ്റെ കൈ കൊടുത്തിട്ട് കൈ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അറിയണം, ഇങ്ങനെ എണ്ണുമ്പോൾ അതിൻ്റെ വേല. നാട്ടിലൊരു യാചകൻ, ഒരു പ്രയാസപ്പെട്ട മിസ്കീൻ ഇങ്ങനെ വരുമ്പോൾ കുട്ടീനെ കൊണ്ട് ഇങ്ങനെ കൊടുപ്പിക്കും. ഓൻ പതുക്കെ ശീലം വളരട്ടെ. പള്ളിയിലത്തെ വരിസംഖ്യ ഇങ്ങനെ കൊടുക്കുമ്പോൾ മോനോട്, ഗൾഫിൽ ജോലിയുള്ള മോനോട് പറയും, മോനെ ഞാൻ ഈ മാസത്തെ പൈസ കൊടുത്തിട്ടുണ്ട് പള്ളിയിലത്തെ. എന്തിനാ? അല്ലെന്നപ്പം എൻ്റെ പെണ്ണു പറഞ്ഞു, അല്ല ഞാൻ മരിച്ചാലും പട കുട്ടിയെ നോക്കണം കേട്ടോ, അതിന് വേണ്ടിയിട്ട് പറഞ്ഞാണ്. അങ്ങനെ ശീലങ്ങൾ ഇങ്ങനെ കൊണ്ടു കൊടുക്കണം നമ്മൾ. 7, മക്കൾക്കിടയിൽ നീതി കാണിക്കണം. ഒരു കുട്ടിനോടൊരു പ്രത്യേക സ്നേഹം, മറ്റേ കുട്ടിനോട് വേറെ 2-ാം നമ്പർ. ഒരു കുട്ടിക്കിടെ മാത്രമായിട്ട് ചിലൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ. ഇത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണേ. വഅദിലു ബൈന ഔലാദിക്കും, കുട്ടികൾക്കിടയിൽ നീതി കാണിക്കണം, വേർതിരിവ് കാണിക്കരുത്. ഇത് ആണ് പെണ്ണ് വ്യത്യാസമല്ല. മക്കളാണോ എല്ലാവരോടും നീതി കാണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മക്കൾക്കിടയിൽ നീതി കാണിക്കുന്ന വിഷയത്തിൽ വലിയ സൂക്ഷ്മത കാണിക്കുക. നിരന്തരം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി പോലെ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ പോലെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം കെയർ ചെയ്യുക. അത് അനീതിൻ്റെ ഭാഗമായിട്ടല്ല. ഒരു ഹദീസിൽ പറഞ്ഞു, നിങ്ങൾക്ക് പെൺകുട്ടികൾ 3 പെൺകുട്ടികൾ ഉണ്ടായിട്ട് ഫസബറ അലൈഹിന്ന, അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം നിങ്ങൾ ക്ഷമിച്ചാൽ, വഅതഅമഹുന്ന, അവർക്ക് നന്നായി ഭക്ഷണം കൊടുത്താൽ, വസഖാഹുന്ന, അവർക്ക് വെള്ളം കൊടുത്താൽ, വകസാഹുന്ന, അവർക്ക് നല്ല വസ്ത്രം കൊടുത്താൽ, കുന്ന ലഹു ഹിജാബൻ മിനൻ നാർ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കുള്ള മറയാണ്, നരകത്തു നിന്നുള്ള മറയാണ് നിങ്ങളുടെ പെൺകുട്ടികളെ സംരക്ഷിച്ചാൽ. പെമ്മക്കളുള്ള വാപ്പാരുമാര് സന്തോഷമുള്ളൂ. നമുക്ക് നരകത്തുനിന്ന് മോചനം കിട്ടാനുള്ള മറയാണ് അവരെങ്കിൽ ആ രൂപത്തിൽ അവരെ വളർത്താൻ കയറൂരി വിടാതിരിക്കുക, സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുക, നിരന്തരമായി നല്ല സ്നേഹം കൊടുക്കുക, നന്നായി സംസാരിക്കുക, അടുത്തിടപഴകി ക്ലിയറായിട്ട് അവരുടെ മുമ്പിൽ ഓപ്പണായി സംസാരിക്കാൻ നമുക്ക് കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, മക്കളെയും കുടുംബത്തിൻ്റെയും ഭാര്യൻ്റെയും പേര് പറഞ്ഞിട്ട് നിങ്ങൾ പരലോകം കളയരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അല്ലാഹനെ സ്മരിക്കുന്നതിൽ തടസ്സമുണ്ടാവരുത്, പരലോകത്തെ വിഷയത്തിൽ അശ്രദ്ധരാവരുത്, മക്കളുടെ പേരിൽ സമ്പത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇതൊന്നും നിങ്ങൾ വിട്ടുകളയരുത്. ഇതൊക്കെ ഓർമ്മയുണ്ടാവണം. എന്ത് കാണുമ്പോഴും ദിക്ർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ സന്ദർഭത്തിന് ഇൻഷാ അല്ലാഹ് പറയുന്നിടത്ത് ഇൻഷാ അല്ലാഹ് പറയാം, മാഷാ അല്ലാഹ് പറയേണ്ടടുത്ത് അത് പറയാം, ബാറക്കല്ലാഹ് പറയേണ്ടടുത്ത് അത് പറയാം, സുബ്ഹാനല്ലാഹ് പറയേണ്ടടുത്ത് അത് പറയാം, അല്ലാഹു അക്ബർ പറയേണ്ടടുത്ത് അത് പറയാം. അള്ളാഹുവിനെ സ്മരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും അത് ഉപയോഗപ്പെടുത്തുക. മരിച്ചാൽ പരലോകത്ത് എത്തുമ്പോൾ ഒരാളുടെയും സഹായമില്ലാത്ത പരലോക കോടതിയിൽ നമുക്കെതിരെ നമ്മുടെ മക്കൾ കാരണം പറയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇയാൾ കാരണം കൊണ്ടാണ് ഞങ്ങൾ പിഴച്ചുപോയത്, ഞങ്ങളുടെ കാലിൻ്റെ ചുവട്ടിലൊന്ന് കൊണ്ടുവന്ന് തരുമോ, ഞങ്ങൾക്ക് അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്താനാന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നശിച്ചുപോയ എത്രയോ മക്കൾ. അത് ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ദീന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നല്ല അനുഗ്രഹീതമായ നിമിഷങ്ങളും സന്തോഷവും നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഏറെ ശ്രദ്ധയോടെ പരിഗണിക്കേണ്ടുന്ന 2 ആപ്പുകൾ, ഇസ്ലാമികമായ ആപ്പുകൾ, പ്രത്യേകിച്ചും ഈ റമദാനിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ജമീൽ ആപ്പ്. ഖുർആൻ ഓതാൻ പറ്റും, സമയബന്ധിതമായ പ്രാർത്ഥനകൾ അതിലുണ്ട്, രാവിലെ വൈകുന്നേരമുള്ള ദിക്റുകളുണ്ട്, 10,000-കണക്കിന് ഓഡിയോകളുണ്ട്, 1000-കണക്കിന് വീഡിയോസ് ഉള്ള ഒരു ആപ്പ് ഫ്രീ ആണ്.
നെറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വർക്ക് ചെയ്യും. ജമീൽ ആപ്പ് ആവശ്യക്കാരുണ്ടെങ്കിൽ സാജിർ ഭായിനെ കണ്ടാൽ ഇൻഷാ അല്ലാഹ് അത് ഡൗൺലോഡ് ചെയ്തിരും. പീസ് റേഡിയോ നമ്മുടെ ജോലിക്കിടയിൽ കച്ചവടത്തിൻ്റെ ഇടയിൽ ഓണാക്കി അങ്ങ് വെച്ചാൽ ഫുൾ റേഡിയോ നമ്മൾ സാധാരണ കേൾക്കുന്ന പോലെ ഇസ്ലാമിക റേഡിയോ, പീസ് റേഡിയോ എന്ന സമ്പ്രദായം നമ്മുടെ മനസ്സിൽ ഒരു വല്ലാത്ത കുളിർമഴ പെയ്യിപ്പിക്കുന്ന ഒട്ടനേകം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഫീഡ്ബാക്കുകളായി കിടക്കുകയാണ്. എല്ലാവരും അതൊന്ന് കുടുംബസമേതം ഒന്ന് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് എല്ലാം കേൾക്കാൻ കഴിയുന്നില്ല. സെലക്റ്റഡ് ആയ പ്രോഗ്രാമുകളിൽ ഒന്ന് കേട്ടു നോക്ക്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വരെ ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകമായി ഓർപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ചക്കരക്കല്ല് പള്ളിയിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ ഖുർആൻ അർത്ഥം പഠിക്കാൻ QHLS ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ. പുരുഷന്മാർക്ക് എല്ലാവരും അതിൽ പങ്കെടുപ്പിക്കുക. നിങ്ങൾക്കൊരു 8ാം ക്ലാസ്സിൻ്റെ മേലെ കുട്ടികളുണ്ടോ അവരെ കൂട്ടിക്കൊണ്ടുവരിക. സ്ത്രീകൾക്ക് മാത്രമായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ആ ക്ലാസ് മദ്രസ ഹാളിൽ വെച്ചുകൊണ്ടാണ് ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ സഹോദരിമാരെയും പെങ്ങന്മാരെയും അതിലേക്ക് നമ്മൾ കൊണ്ടുവരിക. മദ്രസയിൽ ബഹജ ക്ലാസ് മുതൽ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള മദ്രസ സംവിധാനം ഇപ്പോൾ താഴെ ബേസ്മെന്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അതിൻ്റെ പ്രയാസങ്ങൾ അറിയാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു സ്ഥലം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് വെള്ളച്ചാൽ റോഡിൽ 30 സെന്റ് ഭൂമി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും നല്ല സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. 1 സെന്റ് ഭൂമിക്ക് 2.30 കൊടുക്കാനുള്ളത്. അതിൻ്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. വലിയ ഒരു പ്രാർത്ഥന ആവശ്യമുള്ള മേഖലയാണെന്ന് സൂചിപ്പിക്കുക. ചാരിറ്റി അതുപോലെ തന്നെ സക്കാത്ത് സെല്ലൊക്കെ നമ്മുടെ പള്ളിയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ആവശ്യാനുസരണം നിങ്ങളതുമായി ഇടപെട്ട് പോകണം. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ പള്ളി ഇത്രയും ഒരു വലിയ ടൗണിൻ്റെ നടുവിൽ ഇത്ര സൗന്ദര്യത്തോടെയും അതുപോലെ തന്നെ നല്ല കെട്ടുറപ്പോടെയും ഭദ്രമായ യുവാക്കളുടെ ഒരു പങ്കാളിത്തം കൊണ്ടൊക്കെ നടന്നു പോകുന്ന ഒരു പള്ളി നിലക്ക് ഇതിൻ്റെ പരിപാലനത്തിൽ ഞാൻ ഇടക്കിടക്ക് പറയുന്നതിൻ്റെ കാരണം അതിൻ്റെ പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ചുരുങ്ങിയത് ഒരു മാസം 70,000 രൂപ ചെലവാണ് പള്ളി മുന്നോട്ട് പോകാൻ. നമ്മളെ വീടിനെ പറ്റി ചിന്തിച്ചു നോക്കിയും അതിലേക്ക് നമുക്ക് വരവ് കിട്ടുന്നത് ഏറെക്കുറെ 30,000 രൂപൻ്റെ അടുത്ത ഒരു മാസം കിട്ടുക. ഒരു കൊല്ലം അങ്ങോട്ട് കൂട്ടിയാൽ 3 ലക്ഷത്തോളം രൂപ ഷോർട്ടായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനോഹരമായി ഇത് നടത്തിക്കൊണ്ടു പോകുന്ന ആളുകളുടെ പ്രയാസം കണ്ടറിയാൻ നമ്മളെല്ലാവരും ശ്രമിച്ചാൽ മതി. എല്ലാവരും മാക്സിമം നമ്മളെ കൊണ്ട് കഴിയാം നമ്മുടെ സമ്പത്തിൽ നിന്ന് നല്ലൊരു വിഹിതം നമുക്ക് വലിയ പരിക്ക് പറ്റാത്ത രൂപത്തിൽ ഈ ഒരു രംഗത്ത് വന്നാൽ, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിലെ വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഖുതുബകളും ക്ലാസ്സുകളൊക്കെ ആയിരങ്ങൾ. ഇന്ന് ഈ ഒരു ക്ലാസ് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 18,000, 20,000, 25,000 ആളുകളാണ് അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ കാണുന്നത്. അതിൻ്റെ കൂലി എത്രയാണ്? അതിൻ്റെ പ്രതിഫലം എത്രയാണ്? അവിടെ നമ്മൾ സഹായിക്കുന്നതിൻ്റെ ഗുണം എന്താണ്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ വലിയ പൈസ വേണ്ടിയിട്ടില്ല, അതിൻ്റെ ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ ആളുകളിലേക്ക് അത് എത്താൻ വേണ്ടിയിട്ടാണ്. കമൻറ്റ് ചെയ്യാൻ കഴിയുന്നവരൊക്കെ വീഡിയോകളുടെ താഴെ നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുക. അങ്ങനെ ആളുകൾ അതിലേക്ക് വന്ന് അതിൽ നിന്ന് നമുക്കൊരു പ്രതിഫലം അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുക എന്ന താല്പര്യത്തിലാണ് ഉള്ളത്. എല്ലാവരും ഈ കാര്യത്തിൽ ഒന്നുകൂടെ പള്ളി പരിപാലനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇഫ്താറിന് വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകൾ, ഇന്നത്തെ സമൂഹ നോമ്പ് തുറക്ക് വേണ്ടി സഹായിച്ച ഒട്ടനേകം കുടുംബങ്ങളും വ്യക്തികളുമുണ്ട്. അവരുടെ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ് തുറപ്പിച്ചതിൻ്റെ വമ്പിച്ച പ്രതിഫലം അള്ളാഹു അവർക്കെല്ലാം പ്രതിഫലമായി നൽകുമാറാകട്ടെ. ഈ ഒരു സംരംഭത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും അള്ളാഹു അർഹമായ വലിയ ഹൈറായ ജീവിത മേഖലകൾ തുറന്നു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയെയും ദീനി പ്രവർത്തനങ്ങളെയും ഒക്കെ കെട്ടുറപ്പോടെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ കൊണ്ടുപോയി ഇതിനെ ഏറ്റവും നല്ലൊരു മാതൃകാ മഹല്ല് പോലെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു നമുക്ക് എല്ലാവർക്കും വലിയ തൗഫീഖും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നോമ്പും അമലു സാലിഹാത്തുകളും സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ വിശാലമായ സ്വർഗത്തിൻ്റെ അഹലുകാരിൽ ഞങ്ങൾക്കൊരിടം നൽകണമേ. അള്ളാഹുവെ, നരകത്തിൻ്റെ അദാബുകളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണമേ. റബ്ബനാ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.